എങ്ങനെ കേട്ടുള്ളത് കൂടിയിട്ടാണ് നമ്മൾ കേട്ടത്. സത്യത്തിൽ കുറഞ്ഞതാണ് നമുക്ക് അറ്റാക്ക് ഉണ്ടാകും. കുറയാൻ മീൻസ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ HDL, LDL ഈ രണ്ട് സാധനങ്ങളുണ്ട്. നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാനുള്ള HDL, LDL. അതായത് ഇത് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ എന്ന് പറയും. ഇത് നമ്മുടെ ശരീരം തന്നെ നിർമ്മിക്കുന്നതാണ് ചീത്ത കൊളസ്ട്രോൾ. ഇത് നമ്മുടെ ശരീരം ഭക്ഷണത്തിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഡോക്ടർക്ക് പോകുന്ന സമയത്ത്, ബ്ലഡ് ചെക്ക് ചെയ്യുന്ന ഡോക്ടർക്ക് പോകുന്ന സമയത്ത് അവർ നോക്കുന്നത് എന്താണ്? LDL ആണ് നോക്കുന്നത്. കാരണം എന്താ? HDL കൂടാനായിട്ട് മെഡിസിൻ ഇല്ല. അപ്പോൾ LDL കുറയ്ക്കാനാണ് നോക്കുന്നത്. പക്ഷേ HDL കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ LDL എന്ത് ചെയ്യും? തന്നെ കുറക്കണം. അപ്പോൾ ഇത് നമുക്ക് HDL നമ്മൾ കൂടുതൽ HDL ഒരു 35-ന് താഴെയുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് LDL കുറവാണെങ്കിൽ പോലെ ആർക്കും എന്ത് ചെയ്യും? അറ്റാക്കുണ്ടോ? 35-ന് താഴെയുള്ള HDL ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിർബന്ധമായിട്ട് അറ്റാക്കുണ്ടോ? അപ്പോൾ HDL കൂടുതലാണെങ്കിൽ LDL എത്ര കൂടിയാലും HDL അതിനനുസരിച്ച് കൂടുതൽ ഒരു പ്രശ്നമാക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല കൊളസ്ട്രോൾ കൂട്ടുക എന്നുള്ളതാണ്. കൊളസ്ട്രോൾ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ HDLന്റെ ലെവൽ നമ്മൾ കൂട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫ്ലാക്സീഡ് ഓയിൽ. ഫ്ലാക്സീഡ് ഓയിൽ ചണവിത്ത് കിട്ടും. ചണവിത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമുക്ക് നല്ല നല്ല കൊളസ്ട്രോൾ പ്രദാനം ചെയ്യും. അത് കൂടാതെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ഇട്ടു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ വെക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കയ്യിൽ നിങ്ങൾക്ക് ചൂടോ എന്തെങ്കിലും കടച്ചിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് പറയാം. ഇത് നമുക്കിങ്ങനെ കഴിക്കാവുന്നതാണ്. കാരണം ഇതൊന്നും മെഡിസിൻ അല്ല, ഇതൊക്കെ ഫുഡാണ്. ചണകത്തിൽ നമ്മൾ അങ്ങനെ കഴിക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ഇതിന്റെ ടാബ്ലറ്റ് കഴിക്കാവുന്നതാണ്. എന്താ സംഭവിക്കുന്നത്? കൈ കൊണ്ടുണ്ടാവും. ഒന്നും ചെയ്ത ഒന്നും സംഭവിക്കുന്നില്ല. കാരണം അവിടെ സംഭവിക്കുന്നത് നോക്കിയാൽ ഇത് ഞാൻ ഉപയോഗിച്ചതാണെന്നാ തെർമോക്കോളാണ്. ഈ തെർമോക്കോൾ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ തെർമോക്കോളിന്റെ മോളിക്യുലർ സ്ട്രക്ചർ പോളിസ്റ്ററിൻ എന്നാ പറയാം. അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ട്രൈഗ്ലിസറിന്റെ ബ്ലോക്ക് ആക്കുന്ന ഇദ്ദേഹത്തിന് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ട്രൈഗ്ലിസറിന്റെ മോളിക്യുലർ സ്ട്രക്ചർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു പോകുന്നുണ്ടാവും. ഇതേപോലെ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലെ ട്രൈഗ്ലിസറിനെ അടിച്ചു പോകാൻ. അപ്പോൾ അറ്റാക്കിൽ ഇല്ല വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബ്ലോക്ക് എന്ത് ചെയ്യും? വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറുടെ പോകും, അന്വേഷണം ചെയ്യും. ബ്ലോക്കുണ്ട് അവർ പറയും 3 ബ്ലോക്കുണ്ട്, ഒന്ന് 90%. അപ്പോൾ ഏതാണ് ചെയ്യാം? 90% ചെയ്യും. എന്താ ചെയ്യുക? ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെൻഡ് ഇടണം. സ്പ്രിങ് ഇട്ടിട്ട് ആ ഭാഗം അല്ലേ, ആ ഭാഗം നമ്മൾ രക്തക്കൊഴൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ രക്തക്കൊഴൽ സ്പ്രിങ് ഇട്ടിട്ട് എന്ത് ചെയ്യും? ഇത് വികസിപ്പിക്കും. അപ്പോൾ ആ രക്തക്കൊഴൽ ഈ ഭാഗം ഇങ്ങനെ വികസിക്കും. അപ്പോൾ ബ്ലഡ് ആയിക്കൂടെ ഇങ്ങനെ ബ്ലഡ് പാസ് ചെയ്ത് വരും. കുറേ കാലങ്ങളിൽ കഴിയുന്നത് ഈ സമയത്ത് ഈ ഇതിലും സ്പ്രിങ്ങിലും ബ്ലോക്ക് വരും. അപ്പോൾ ഇവിടെ അടയും. പിന്നെ അവിടെ സ്പ്രിങ് ഇടാൻ പറ്റുമോ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ബൈപ്പാസ് ചെയ്യും. അതായത് കാലിൽ കഴിയുമ്പോൾ ഞങ്ങൾക്ക് എടുത്തതിന് ശേഷം നേരെ ഒരു ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് വെക്കാൻ എത്ര കൊടുക്കണം? 1.5 മുതൽ 2 ലക്ഷം രൂപ ഇതിന് കൊടുക്കണം അല്ലേ? സെന്റിന്റെ വില എത്ര? 100-200 രൂപ. പക്ഷെ വെക്കാൻ ഇത് കൊടുക്കണം. ഈ ബൈപ്പാസ് ചെയ്ത് എത്ര? ഞരമ്പെടുക്കണം എന്താ? കാൽമ നടക്കുന്നത് ഫ്രീ ആണ്. പക്ഷെ വെക്കാൻ കൊടുക്കണം 4 ലക്ഷത്തോളം രൂപ കൊടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ പോയിട്ട് പിന്നെന്താ? ഇത് ജീവിതകാലം വരെ അവസാനം വരെ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ട് ചികിത്സിക്കാണോ വരാതെ നോക്കുന്നതാണോ നല്ലത്? വരാതെ നോക്കാൻ എന്ത് ചെയ്യണം? ഈ ഫ്ലാക്സോയിലിന്റെ ക്യാപ്സൂൾ കഴിക്കണം. ദിവസത്തിൽ 3 വെച്ച് കഴിച്ചാൽ മതി. 550 രൂപ കഴിക്കുന്നത്. എത്ര കാലം കഴിക്കുകയും പൈസ